പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 17 മുതൽ 24 വരെയാണ് ക്ഷേത്രോത്സവം നടക്കുക. കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കിടുന്നതിനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്. പ്രതീഷ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, അഭിലാഷ് കരയോഗത്തിൻ്റെ സെക്രട്ടറി, സുരേഷ് കുമാർ കരയോഗത്തിൻ്റെ കമ്മിറ്റി മെമ്പറാണ്, അമ്പലത്തിൻ്റെയും കമ്മിറ്റി മെമ്പറാണ്. ഇത് വിനീത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ്. ജനുവരി 17 7:30 മണിക്കാണ് അമ്പലത്തിൻ്റെ കൊടിയേറ്റോടി ഉത്സവം ആരംഭിക്കുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പുറത്ത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ഒത്തിരി ആൾക്കാരുടെ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സർവശ്രീ ബ്രഹ്മശ്രീ മോനാട്ട് കൃഷ്ണ നമ്പൂതിരിയുടെ താന്ത്രികത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പം തന്നെ ജനുവരി 23 വലിയ വിളക്കോടും 24 ആറാട്ടോടുകൂടി സമാപിക്കുന്ന ക്ഷേത്രത്തിലെ വിവിധ കലാപരിപാടികളും ക്ഷേത്ര വാദ്യ മേളങ്ങളും എല്ലാത്തിൻ്റെയും ആകുമ്പോഴോടുകൂടിയാണ് ഉത്സവം നടക്കുന്നത്. ധാരാളം കലാപരിപാടികളും എല്ലാം ഇതിനോടുകൂടി ചേർത്ത് വരുന്നുണ്ട്. കേരളത്തിലെ എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള 5 ഗജവീരന്മാരുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ മഹോത്സവം. പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 17 മുതൽ 24 വരെയാണ് ഉത്സവം നടക്കുക. ജനുവരി 17 തൃക്കൊടിയേറ്റ്, ജനുവരി 18 ഉത്സവബലി, ജനുവരി 23 വലിയ വിളക്ക്, ജനുവരി 24 തിരു ആറാട്ട് മഹോത്സവം. ക്ഷേത്രതന്ത്രി മോനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജനുവരി 17 തൃക്കൊടിയേറ്റ് നടക്കും. കീഴൂട്ട് വിശ്വനാഥൻ, വാഴവാടി ശ്രീകണ്ഠൻ, മുണ്ടയ്ക്കൽ ശിവാനന്ദൻ, ഉണ്ണിപ്പള്ളി ഗണേശൻ, പെരിഞ്ഞേലിപ്പുറം അപ്പു എന്നീ ഗജവീരന്മാരാണ് ഉത്സവത്തിൽ അണിനിരക്കുക. കഞ്ചീപുരത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന അല്ലെങ്കിൽ കഞ്ചീപുരത്ത് നിന്ന് ദേവി വന്ന സങ്കല്പത്തിലാണ് അവിടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ ജനുവരി 17 നമ്മുടെ തിരുവുത്സവം കൊടിയേറ്റോടുകൂടി ആരംഭിക്കും. അപ്പോൾ ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം 2-2.5 കോടിയോളം രൂപ ചെലവ് വരുന്ന ചെമ്പുവാകൽ ഒന്നാം ഘട്ടം 4 അമ്പലത്തിൻ്റെ ചെമ്പുവാകൽ പൂർത്തീകരിച്ച ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണ്. താന്ത്രികപരമായിട്ടും ആചാരപരമായിട്ടും ഒക്കെ വലിയ പാരമ്പര്യവും പൗരാണികവും ഉള്ള ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. അഷ്ടൈശ്വര്യ സിദ്ധിക്കും സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ മംഗല സൗഭാഗ്യത്തിനുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒത്തിരി ആളുകൾ വരുന്ന മഹാലക്ഷ്മിയുടെ ബിംബപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കലാപരമായ പരിപാടികൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. കലാമേഖലയിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ കലാപ്രതിഭകളായിട്ടുള്ള നർത്തകിമാരുടെ ഡാൻസ് പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ നാടകം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത ഈ 5 ഗജവീരന്മാരും അതോടൊപ്പം തന്നെ കേരളത്തിലെ എണ്ണം കുറഞ്ഞ മേളപ്രമാണിയായ ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണമാരാണ്. അദ്ദേഹവും സംഘവുമാണ് വലിയ വിളക്ക് മേളത്തിനെത്തുന്നത് എന്നൊരു പ്രത്യേകതയും 70-ൽ പരം കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരുടെ സാന്നിധ്യത്തിലുള്ള മേജർ സെറ്റ് പഞ്ചാരിമേളം ആണ് വലിയ വിളക്ക് ദിവസം നമ്മൾ ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് സംഘടിപ്പിക്കുന്നത്.